മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ലെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയുടെ നടപടി. സംഗതി കത്തിപ്പടർന്ന സർക്കാരിന്റെ ഉറക്കം കെടുത്തിയ വൈകാരിക വിഷയമായിരുന്നു. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നതായിരുന്നു അവസ്ഥ. ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ കണ്ടുപിടിച്ച വളഞ്ഞ വഴിയായിരുന്നു മുനമ്പം കമ്മീഷൻ. ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിനെന്ന പേരിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ തട്ടിൻ പുറത്തായി. നിയമനം അസാധുവാക്കിയ കോടതി കമ്മീഷന് നിയമസാധുതയില്ലെന്ന് വ്യക്തമാക്കി. ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മുനമ്പത്തേത് വഖഫ് വസ്തുവകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയിൽ ഹർജിയിന്മേൽ വാദം നടക്കുമ്പോഴേ വ്യക്തമായിരുന്നു ഈ കളിയിൽ സർക്കാർ തോൽക്കുമെന്ന്. കോടതിയുടെ ഒരൊറ്റ ചോദ്യത്തിനും കൃത്യമായ മറുപടി സർക്കാരിന് ഉണ്ടായിരുന്നില്ല. പല ഘട്ടത്തിലും സർക്കാരിൻ്റെ ബാലിശമായ മറുപടികൾ കോടതിക്കും അസ്വസ്ഥതയുണ്ടാക്കി. അതേസമയം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം നീതിയുക്തമല്ലെന്നും കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തുവെന്നും കോടതി കുറ്റപ്പെടുത്തി. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. വഖഫ് ഭൂമിയെന്ന് കണ്ടെത്തിയ വസ്തുവിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനാവില്ലെന്നും വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. ഇതിനിടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഹർജി വന്നതോടെ മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം നിലവിൽ നിർത്തിവെച്ചിട്ടുമുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ എന്നത് തൊലിപ്പുറത്തെ ചികിത്സയാണെന്ന് സർക്കാരിന് നേരത്തെ തന്നെ അറിയാം. എന്നിട്ടും വീണ്ടും അപ്പീലുമായി ഇറങ്ങുന്നത് തടി കഴിച്ചിലാക്കാൻ ഉദ്ദേശിച്ചാണ്. മുനമ്പത്ത് പ്രശ്നപരിഹാരം അകലെ തന്നെ. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.